നമസ്കാരം. 22 മില്ലിമീറ്ററും 5 മില്ലിമീറ്ററും ത്രോ ഓഫ്സെറ്റുള്ള ഒരു ലളിതമായ എക്സെൻട്രിക് നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യുവാനാകും. എക്സെൻട്രിസിറ്റി മാർക്ക് ചെയ്യുവാൻ, ഒരു ഫോർജോ ചക്കിൽ എക്സെൻട്രിക് ടേണിങ്ങിനായി ജോബ് സെറ്റ് ചെയ്യുവാൻ, വേർണിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ജോബിന്റെ കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും സർക്കിളുകൾ മാർക്ക് ചെയ്യുവാൻ. ഈ എക്സർസൈസിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും ഇനി പറയുന്നവയാണ്: ലേത്ത്, ഫോർജോ ചക്ക്, ചക്ക് കീ, ടൂൾ പോസ്റ്റ് കീ, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, കട്ടിംഗ് ടൂൾസ്, വെർണിയർ കാലിപ്പർ, സ്റ്റീൽ റൂൾ, യൂണിവേഴ്സൽ സർഫസ് ഗേജ്, മാർക്കിംഗ് മീഡിയ, വെർണിയർ ഹൈറ്റ് ഗേജ്, വി ബ്ലോക്ക് വിത്ത് ക്ലാംപ്സ്, സെന്റർ ഡ്രിൽ, സെന്റർ പഞ്ച്, ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ. ഈ എക്സർസൈസിലൂടെ 22 മില്ലിമീറ്ററും 5 mm ത്രോ അല്ലെങ്കിൽ ഓഫ്സെറ്റുമുള്ള സിമ്പിൾ എക്സെൻട്രിക് സൃഷ്ടിക്കുവാൻ എക്സെൻട്രിക് ടേണിംഗ് എങ്ങനെ നടത്താമെന്ന് നമുക്ക് പഠിക്കാം. വെർണിയർ കാലിപ്പറും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് റോ മെറ്റീരിയലുകളുടെ സൈസ് പരിശോധിക്കുക. ഒരു ചക്കിയുടെ സഹായത്തോടെ ഒരു ഇൻഡിപെൻഡന്റ് ഫോർജോയിൽ ജോബ് മൗണ്ട് ചെയ്യുക. ചക്കിന് പുറത്ത് പരമാവധി ലെങ്ത് നിലനിർത്തിക്കൊണ്ട് ഒരു സർഫസ് ഗേജ് ഉപയോഗിച്ച് ജോബിന്റെ ട്രൂനെസ് പരിശോധിക്കുക. ജോബിന്റെ ഒരെൻഡ് ഫേസ് ചെയ്യുക. $40 മില്ലിമീറ്റർ ഡയാമീറ്ററിൽ മാക്സിമം ലെങ്തിൽ ജോബ് പ്ലെയിൻ ടേൺ ചെയ്യുക. വർക്ക് പീസ് അൺക്ലാമ്പ് ചെയ്യുകയും അത് റിവേഴ്സ് ചെയ്ത് റീക്ലാമ്പ് ചെയ്യുകയും വർക്ക് പീസിന്റെ ട്രൂനെസ് വീണ്ടും പരിശോധിക്കുകയും ചെയ്യുക. മൊത്തം 50 മില്ലിമീറ്റർ നീളം നിലനിർത്തുവാൻ ഫേസിംഗ് ടൂൾ സെറ്റ് ചെയ്ത് അടുത്ത എൻഡ് ഫേസ് ചെയ്യുക. ചക്കിൽ നിന്ന് ജോബ് റിമൂവ് ചെയ്യുക. ക്ലാമ്പുകളുടെ സഹായത്തോടെ വി ബ്ലോക്കിൽ ഫിനിഷ് ടേണിംഗ് ചെയ്ത റോഡ് ക്ലാമ്പ് ചെയ്യുക. വർക്ക് പീസിന്റെ 2 എൻഡ് ഫേസുകളിലും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. വർക്ക് പീസിന്റെ സെന്റർ കണ്ടെത്തുന്നതിന് ഹൈറ്റ് ഗേജ് ലെങ്തിലേക്ക് സെറ്റ് ചെയ്യുക. വർക്ക് പീസിന്റെ കോൺസെൻട്രിക് സെന്റർ ഏതെങ്കിലും ഒരു ഫേസിൽ സ്ക്രൈബ് ചെയ്യുകയും മാർക്ക് ചെയ്യുകയും ചെയ്യുക. നിലവിലുള്ള റീഡിംഗിലേക്ക് 5 മില്ലിമീറ്റർ ആഡ് ചെയ്ത് എക്സെൻട്രിക് സെന്റർ കണ്ടെത്തുന്നതിന് ഹൈറ്റ് ഗേജ് അഡ്ജസ്റ്റ് ചെയ്യുക.
വർക്ക് പീസിന്റെ എക്സെൻട്രിക് സെന്റർ സ്ക്രൈബ് ചെയ്ത് മാർക്ക് ചെയ്യുക. ഒരു സെന്റർ പഞ്ചും ഒരു ബോൾ പീൻ ഹാമറും ഉപയോഗിച്ച് വിറ്റ്നസ്, കോൺസെൻട്രിക്കും എക്സെൻട്രിക് സെന്ററുകൾ മാർക്ക് ചെയ്യുക. ഡിവൈഡർ ഉപയോഗിച്ച് സെന്റർ പോയിന്റിൽ 22 mm ഡയാമീറ്ററുള്ള ഒരു ഗൈഡ് സർക്കിൾ സ്ക്രൈബ് ചെയ്യുക. ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് വിറ്റ്നസ്, എക്സെൻട്രിക് സർക്കിൾ മാർക്ക് ചെയ്യുക. ടേണിംഗ് ചെയ്ത ഡയാമീറ്ററിൽ 4 ജോ ഇൻഡിപെൻഡന്റ് ചക്കിൽ ജോബ് ഹോൾഡ് ചെയ്യുക. ജോയിൽ വർക്ക് പീസ് വയ്ക്കുക. അങ്ങനെ സെന്റർ ലൈനുകൾ ജോയുമായി സെന്റർ അലൈൻ ചെയ്യുക. യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഉപയോഗിച്ച് കോൺസെൻട്രിക് സെന്റർ ലേത്തിന്റെ സെന്ററിനനുസരിച്ച് ട്രൂ ചെയ്യുക. ഒരു ജോ ഓപ്പൺ ചെയ്ത് ഓപ്പോസിറ്റ് ജോ ടൈറ്റ് ചെയ്യുക. അങ്ങനെ ജോബിന്റെ സെന്റർ നീക്കുവാൻ കഴിയും. എക്സെൻട്രിക് സെന്റർ ലേറ്റ് സെന്ററുമായി വരുന്നതുവരെ പ്രവർത്തനം ആവർത്തിക്കുക. സർഫേസ് ഗേജിന്റെ സഹായത്തോടെ 22 mm ഡയാമീറ്ററുള്ള എക്സെൻട്രിക് സർക്കിളിനെ റെഫർ ചെയ്ത് വർക്ക് പീസിന്റെ ട്രൂനെസ് പരിശോധിക്കുക. ഇപ്പോൾ 22 മില്ലിമീറ്ററും 25 മില്ലിമീറ്ററും നീളമുള്ള ഒരു എക്സെൻട്രിക് ഡയാമീറ്റർ രൂപപ്പെടുത്തുന്നതിന് സ്റ്റെപ്പ് ടേണിംഗ് ചെയ്യുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് വർക്ക് പീസ് ഡീബർ ചെയ്യുക. വർക്ക് പീസ് അൺക്ലാമ്പ് ചെയ്ത് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ഡയാമീറ്റർ 22 mm ലെങ്ത് 25 mm ആണെന്ന് അളന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ഡയാമീറ്റർ 40 mm ലെങ്ത് 25 mm ആണെന്ന് അളന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. വർക്ക് പീസിൽ ഒരു നേർത്ത കോട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൂടുതൽ പരിശോധനയ്ക്കായി സൂക്ഷിക്കുക. റീക്യാപ്പ്. നമ്മൾ പഠിച്ചത്: എക്സെൻട്രിസിറ്റി മാർക്ക് ചെയ്യുവാൻ, ഒരു 4 ജോ ചക്കിൽ എക്സെൻട്രിക് ടേണിംഗിനായി ജോബ് സെറ്റ് ചെയ്യുവാൻ, വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ജോബിന്റെ കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും സർക്കിളുകൾ മാർക്ക് ചെയ്യുവാൻ, 22 മില്ലിമീറ്ററും 5 മില്ലിമീറ്ററും ത്രോ ഓഫ്സെറ്റുള്ള ഒരു ലളിതമായ എക്സെൻട്രിക് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. അടുത്ത സെഷനിൽ കാണാം.